കേരളത്തിൻ്റെ ജനവിധി അറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. കേരളം ഏത് മുന്നണിക്കൊപ്പം തെരഞ്ഞെടുപ്പ് ദിവസം വരെ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകനം പോൾ പൾസ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സവിശേഷമായ സ്ഥാനമുള്ള മണ്ഡലമാണ് പാലാ നിയമസഭാ മണ്ഡലം. വെറും ഒരു ഹൈറേഞ്ച് സീറ്റ് എന്നതിലുപരി രാഷ്ട്രീയ ചരിത്രവും വ്യക്തിത്വങ്ങളും കുടിയേറ്റ കർഷകരുടെ ആത്മവിശ്വാസവും ഇഴചേർന്ന മണ്ണാണ് പാലയുടേത്. ഒരു കാലത്ത് കേരള കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന മണ്ഡലം UDFിന് വേണ്ടി സിറ്റിംഗ് MLA മാണി സി കാപ്പൻ ഇത്തവണ മത്സര രംഗത്തിറങ്ങുമ്പോൾ UDFിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കാൻ ജോസ് കെ മാണിയാണ് LDFിന് വേണ്ടി അംഗത്തിനിറങ്ങുന്നത്. ഷോൺ ജോർജാണ് NDA സ്ഥാനാർത്ഥി. വിശദാംശങ്ങളുമായി തുളസി പ്രസാദ് ചേരുന്നുണ്ട്. തുളസി, മൂന്ന് മുന്നണികളും ശക്തമായ പ്രചരണമാണ് പാലയിൽ നടത്തുന്നത്. എന്തായാലും UDFിൻ്റെ സിറ്റിംഗ് MLA മാണി സി കാപ്പൻ്റെ പക്ഷത്തു നിന്നും ജോസ് കെ മാണിക്ക് അഭിമാന പ്രശ്നമാണ് ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത്. ഷോൺ ജോർജിൻ്റെ വരവും പാലയിൽ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്? എന്താണ് പാലയിലെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ? കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സവിശേഷമായൊരു പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒരു സ്ഥാനമുള്ള മണ്ഡലമാണ് പാലാ നിയമസഭാ മണ്ഡലം. അതായത് KM മാണിയുടെ മണ്ഡലം എന്നാണ് പാലാ നിയമസഭാ മണ്ഡലം അറിയപ്പെടുന്നത്. ഒരു VIP മണ്ഡലമായാണ് ഇക്കാലം അത്രയും KM മാണി 1965 മുതൽ 2019 വരെയും KM മാണിയുടെ കുത്തക മണ്ഡലമായിരുന്നതാണ് പാലാ നിയോജക മണ്ഡലം. അതിനുശേഷമാണ് അവിടെ രാഷ്ട്രീയ നാടകങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ മാറിമറിയുന്നത്. ഇത്തവണത്തെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് പാലാ നിയോജക മണ്ഡലം. മീനച്ചിലാർ താലൂക്കിൽ ഉൾപ്പെടുന്ന ഭരണങ്ങാനം, കടനാട്, കരൂർ, കൊഴുവനാൽ, മീനച്ചിൽ, മേലുകാവ്, മൂന്നിലവ്, മുത്തോലി, രാമപുരം, തലനാട്, തലപ്പലം എന്നീ പഞ്ചായത്തുകളും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടുന്ന എലികുളം എന്ന പഞ്ചായത്തും പാലാ മുനിസിപ്പാലിറ്റിയും ചേർന്നതാണ് പാലാ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് വേണ്ടി ജോസ് കെ മാണിയാണ്, KM മാണിയുടെ മകനും കേരള കോൺഗ്രസ് M നേതാവുമായ ജോസ് കെ മാണിയാണ് മത്സര രംഗത്തുള്ളത്. അതുപോലെ തന്നെ UDFിന് വേണ്ടി മാണി സി കാപ്പൻ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹമാണ് ജനവിധി തേടുന്നത്. NDA സ്ഥാനാർത്ഥിയായി ജനപക്ഷം പാർട്ടിയുടെ നേതാവ് ഷോൺ ജോർജാണ് ഇത്തവണ മത്സര രംഗത്ത് ഇറങ്ങുന്നത്. ശരിക്കും KM മാണിയുടെ മരണത്തിന് ശേഷമാണ് പാലയിൽ ഒരു നാടകീയമായ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തികച്ചും 2021 ആ ഒരു തെരഞ്ഞെടുപ്പോടെയായിരുന്നു രാഷ്ട്രീയ മാറ്റത്തിന് ഒരു അടിവരയിട്ടൊരു കാര്യം 2021 തെരഞ്ഞെടുപ്പോടെയായിരുന്നു നടന്നത്. LDF സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് ജോസ് കെ മാണി മത്സരിച്ചെന്ന അദ്ദേഹം UDFിന്റെ സ്വതന്ത്രനായി മത്സരിച്ച മാണി സി കാപ്പനോട് തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. KM മാണിയുടെ മരണശേഷമാണ് കേരള കോൺഗ്രസ് M LDF മുന്നണിയിലേക്ക് ഘടകകക്ഷിയായി എത്തുന്നത്. അതിന് പിന്നാലെ തന്നെ NCP നേതാവായിരുന്ന മാണി സി കാപ്പൻ LDFിൽ നിന്നകന്ന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി UDF മുന്നണിയിലേക്ക് പോവുകയും ഇത്തരത്തിലൊരു രാഷ്ട്രീയ നാടകീയ മാറ്റങ്ങൾക്ക് പാല വേദിയാവുകയും ചെയ്തിരുന്നു. 2021 വ്യക്തമായൊരു രാഷ്ട്രീയ മാറ്റം പാലാ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവുന്നത്. അവിടെ ജോസ് കെ മാണി പരാജയപ്പെടുന്നു. മാണി സി കാപ്പൻ ആദ്യമായി പാലാ നിയോജക മണ്ഡലത്തിന്റെ MLA ആയി വരുന്നു. അതുപോലെ തന്നെ 61,528 വോട്ടുകൾ നേടിയായിരുന്നു അന്ന് മാണി സി കാപ്പൻ പാലാ മണ്ഡലം പിടിച്ചെടുത്തത്. 15,378 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു ജോസ് കെ മാണി എന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ശരിക്കും പരമ്പരാഗതമായ രാഷ്ട്രീയ രീതികൾക്ക് അവസാനമാകുന്നു എന്നതിന്റെ ഒരു തെളിവായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. പാലാ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം, മികച്ച ആരോഗ്യ സേവനങ്ങൾ, സ്ഥാപനങ്ങളുടെ വളർച്ച എന്നിവയിലാണ് ഇവിടുത്തെ വോട്ടർമാർ എപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിലപേശാൻ ശേഷിയുള്ള നേതൃത്വത്തിലാണ് മണ്ഡലം എപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു നേതൃത്വത്തെ ആയിരിക്കും മണ്ഡലം എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ റബ്ബർ ഉൽപാദനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് പാല എന്ന് പറയുന്നത്. ഇവിടെ കർഷക വോട്ടുകൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു
ഹൈറേഞ്ച് മേഖലയായതുകൊണ്ട് തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ, വ്യവസായികളുടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പാലാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ സിറിയൻ ക്രിസ്ത്യൻ കുടിയേറ്റ കുടുംബങ്ങളാണ് ദീർഘകാലമായി മണ്ഡലത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഗതി നിയന്ത്രിച്ചിരുന്നത്. അതുപോലെ തന്നെ സഹകരണ ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യാപാരി സംഘടനകൾ, സഭാ നേതൃത്വങ്ങളുടെ വോട്ടുകൾ, ഇതൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പാലയെ സംബന്ധിച്ച് നിർണായകമായൊരു കാര്യമാണ്. എന്തായാലും KM മാണിയുടെ പാരമ്പര്യവും വികസന ചർച്ചകളും ഒക്കെ തന്നെയാണ് ഇത്തവണയും പ്രധാന വിഷയമായി ജോസ് കെ മാണി ഉയർത്തിപ്പിടിക്കുക. തന്റെ വ്യക്തിപരമായ സ്വാധീനത്തിൽ കൂടി വോട്ടുറപ്പിക്കാനാണ് ജോസ് കെ മാണി ശ്രമിക്കുന്നത്. എന്നാൽ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വാധീനവും ഒക്കെ കൊണ്ട് മാണി സി കാപ്പൻ മണ്ഡലം നിലനിർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇത്തവണ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് കൂടെ വരുന്നതോടെ ഈ ക്രിസ്ത്യൻ വോട്ടുകളിലും കർഷക വോട്ടുകളിലും ഉണ്ടാകുന്ന ഒരു വിള്ളല് ആർക്കായിരിക്കും ഗുണം ചെയ്യുക എന്നതാണ് നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാവും. എന്തായാലും ജോസ് കെ മാണി ഈ സീറ്റ് തിരിച്ചു പിടിക്കുമോ അതോ UDF സിറ്റിംഗ് MLA നിലനിർത്തുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. എന്തായാലും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇലക്ഷൻ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.